താമസിച്ചാണോ വന്നത്? ഏതായാലും പോയി ഇരിക്കേ. എഴുന്നേക്കില്ല, ടീച്ചർ കാണും. എഴുന്നേക്ക്. ആദി, എപ്പ നോക്കിയാലും നിനക്കൊന്നും പഠിക്കാനില്ലേ? മര്യാദ വായിച്ചു കൊടുക്കണം. ഇവനെന്നും അഞ്ജന ടീച്ചറിന്റെ നടി കിട്ടും. അതെ, ശരിയാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടാ, അതുകൊണ്ട് എനിക്ക് പഠിക്കാനും തോന്നുന്നില്ല. എടാ, നീ നമ്മളെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ടില്ലേ? ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചിരിക്കും നാളെ നമ്മുടെ ഭാവി. എന്ന് വെച്ചാ നീ പഠിച്ചില്ലെങ്കിൽ നിന്റെ ഭാവി വെള്ളത്തിലാകും. ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തെ, ഇന്ന് സ്വാതന്ത്ര്യദിനമല്ലേ? ശരിയാണല്ലോ. എന്താലേ ഇത്ര വേഗത്തിലാണ് ഓരോ വർഷവും കടന്നു പോകുന്നത്? ഇന്ന് നമ്മുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്? 78ാമത്തേത്. എടാ, നമ്മൾ കഴിഞ്ഞ വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച ഓർമ്മയുണ്ടോ? പിന്നെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. ഗാന്ധിജിയും നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ? ഗാന്ധിജി മാത്രമല്ലടോ, ചാച്ചാച്ചി എന്നിവരെല്ലാം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. നിങ്ങൾക്കറിയാമോ, പണ്ട് വിദേശത്തു നിന്നും പലരും കച്ചവടത്തിനായി നമ്മുടെ നാട്ടിൽ എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ വന്നവരാണത്രേ ഈ ബ്രിട്ടീഷുകാർ. വന്നതും പോരാ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി താമസം ഉറപ്പിക്കുകയും കുറെ പട്ടാളക്കാരെയും കൊണ്ടുവന്നു അത്രേ. കൂടെ കുറെ തോക്കുകളും പീരങ്കികളും വലിയ വലിയ ആയുധങ്ങളും. ഹോ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അന്ന് ഇന്നത്തെ പോലെ സർക്കാർ ഭരണമൊന്നും അല്ലല്ലോ, രാജഭരണമല്ലേ? അതെ, രാജഭരണം. ഞാൻ കേട്ടിടത്തോളം വളരെ കഠിനവും ക്രൂരവുമായിരുന്നു അന്നത്തെ ഭരണവും ശിക്ഷാരീതികളും. ഭരണം നേടിയെടുത്തെന്ന് മാത്രമാണോ, അവിടെയുള്ള പല വിലപിടിപ്പുള്ള സാധനങ്ങളും അവർ തട്ടിയെടുത്തു. കൂടെ നാട്ടുകാർക്കുള്ള ഉപദ്രവം വേറെ. ഇവരെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നോ? ശ്രമിച്ചു ഒരുപാട്. ഇവരെ എങ്ങനെയെങ്കിലും നാട് കടത്തിയില്ലെങ്കിൽ ശരിയാവില്ലെന്ന് ജനങ്ങൾക്ക് തോന്നി.
ബ്രിട്ടീഷുകാർ പറയുന്നത് അനുസരിക്കാതെയും അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങൾ ചുട്ടെരിച്ചും കൊണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ ഇവരെ ഒന്നും ചെയ്തില്ലേ? പിന്നെ ഒരുപാട്. അതൊക്കെ ആലോചിക്കുമ്പോ സങ്കടം വരുന്നു. എടാ ബെല്ലടിച്ചോടാ, ഇവിടെ ഇരിക്കുന്നൊന്നും കേൾക്കുന്നുമില്ല. ഇല്ലടാ, ബെല്ലടിക്കാൻ ഇനി 5 മിനിറ്റ് കൂടെ ഉണ്ട്. എന്നാ നീ ബാക്കി കഥ പറയടി. എന്നാലും അവര് തോറ്റു കൊടുത്തില്ല കേട്ടോ. നമുക്ക് വേണ്ടി അതൊക്കെ സഹിച്ച് അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അഹിംസാ മാർഗത്തിലൂടെയുള്ള സമരം തുടർന്നു. ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇവരുടെ മുമ്പിൽ തോറ്റു തൊപ്പിയിട്ടു. അവര് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ വേണം. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 പുലർച്ചെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാന്ന് നിങ്ങൾക്കറിയുമോ? നമ്മൾ കുട്ടികൾക്കെല്ലാം പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ചാച്ചാജി. നീ കേട്ടില്ലേ, അവരെത്രയൊക്കെ കഷ്ടപ്പെട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതെ, അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ പടി പോലും കാണില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് സമാധാനത്തോടെ പഠിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോഴവന്റെ ഒരു ഉഴപ്പ്. ശരിയാ, ഇവർ നമുക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടില്ലേ? ഇനി ഞാൻ നന്നായി പഠിച്ചോളാം. ഇപ്പോഴാണ് എന്റെ തെറ്റ് മനസ്സിലാകുന്നത്.